നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയുടെ മാഹാത്മ്യവും അതിൻ്റെ പ്രാധാന്യവും എന്തെന്നുമാണ് ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ് ഗീതാദിനമായി ആചരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനന് വിഷാദരോഗം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചു. അർജുനന് ഗീത ഉപദേശിച്ച ഈ ഏകാദശി ദിനത്തെ ഗീതാ ജയന്തി ഉത്സവ ദിനമായും ഭഗവത്ഗീതാ ദിനമായും ആഘോഷിക്കുന്നു. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഈ ഗീതാധ്യാന ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. ഉപനിഷത്തുകളാകുന്ന പശുക്കളിൽ നിന്ന് അർജുനനാകുന്ന കിടാവിനെ നിമിത്തമാക്കി കറവക്കാരനായ ഗോപാലനന്ദനൻ കറന്നെടുത്ത പാലാണ് ഗീതാമൃതമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഭഗവത്ഗീത എന്ന വാക്കിനർത്ഥം ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത് എന്നാണ്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഗീതയിലെ ആദ്യത്തെ 6 അധ്യായം പ്രതിപാദിക്കുന്നത് കർമ്മയോഗം. 7 മുതൽ 12 അധ്യായം വരെ പ്രതിപാദിക്കുന്നത് ഭക്തിയോഗമാണ്. 13 മുതൽ 18 അധ്യായം വരെ പ്രതിപാദിക്കുന്നത് ജ്ഞാനയോഗമാണ്. ഭഗവത്ഗീത ഗീതോപനിഷത്ത് എന്നും അറിയപ്പെടുന്നു. വേദവിജ്ഞാനത്തിൻ്റെ സാരസർവസ്വവും വേദസാഹിത്യത്തിലെ സർവപ്രധാനമായ ഉപനിഷത്തുമാകുന്നു. ഭാരതീയ ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതത്തിൻ്റെ ഭാഗമായ ആത്മജ്ഞാനിയുടെ ഗീതം എന്നറിയപ്പെടുന്ന പദ്യഭാഗങ്ങളാണ് ഭഗവത്ഗീത, അല്ലെങ്കിൽ ഭഗവാന്റെ ഗീതം എന്നർത്ഥമുള്ള ഭാഗവതഗീതം. ഹൈന്ദവരുടെ ഒരു പ്രധാന വിശുദ്ധ ഗ്രന്ഥമാണിത്. സംസ്കൃതത്തിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. പാണ്ഡവ വീരനായ അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണം സഞ്ജയൻ പ്രതിപാദിക്കുന്നതായാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കൃഷ്ണദ്വൈപായനൻ അഥവാ വ്യാസമഹർഷിയാണ് ഇത് ക്രോഡീകരിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭീഷ്മപർവത്തിലെ 25 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളിലായി ഈ കാവ്യം ചേർത്തിരിക്കുന്നു. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിനു മുൻപ് ബന്ധുക്കൾ ഉൾപ്പെട്ട കൗരവ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ വിമുഖത കാട്ടിയ അർജുനനെ യുദ്ധോത്സുകനാക്കാൻ കൃഷ്ണൻ പറഞ്ഞുകൊടുക്കുന്ന മട്ടിലാണ് ഇതിൻ്റെ രചന. യുദ്ധം കാണുവാൻ ദിവ്യദൃഷ്ടി ലഭിച്ച സഞ്ജയൻ ഈ യുദ്ധം ധൃതരാഷ്ട്രരോട് വിവരിച്ചു കൊടുക്കുന്നതായാണ് മഹാഭാരതത്തിൽ വ്യാസൻ വിവരിച്ചിരിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മർ ശരശയ്യയിൽ ആവുന്ന സമയത്ത് ദുഃഖിതനായ ധൃതരാഷ്ട്രർ സഞ്ജയനോട് എന്താണ് മഹാഭാരതത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുകയും അതിൻ്റെ ഉത്തരമായിട്ടാണ് യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ ഗീതോപദേശം നടന്നത് സഞ്ജയൻ വിവരിക്കുന്നത്. ഭഗവത്ഗീതയുടെ സന്ദേശം അർജുനന് മാത്രമല്ല ആദ്യമായി ഉപദേശിക്കുന്നത് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. ഇമം വിവസ്വദേ യോഗം പ്രോക്തവാഹനമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനൂരിക്ഷ്വാഗവേ ബ്രവീത്. അതായത് ഈ യോഗം അവ്യയമാണ്, വ്യവച്ഛേദിക്കാൻ സാധിക്കാത്തതുമാണ്, നാശമില്ലാത്തതാണ്. ഞാൻ വിവസ്വാനും വിവസ്വാൻ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഇത് മുൻപേ ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഗീതാധ്യയനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്ധിഃ പാപാനി പൂർവജന്മകൃതാനി ച. ഭഗവത്ഗീത ആത്മാർത്ഥമായി അല്ലെങ്കിൽ ഗൗരവമായി വായിക്കുന്ന ഒരാളെ ഭഗവാന്റെ കരുണയാൽ മുൻപ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഭഗവത്ഗീത ഒരു അതീന്ദ്രിയ സാഹിത്യമാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. ഗീതാശാസ്ത്രമിദം പുണ്യം യപ്പടേത് പ്രയതഃ ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും
ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകും. ഭയശോകാതിവർജിത, ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും വിമുക്തരാകും. അടുത്ത ജന്മം ആത്മീയ ജീവിതം കൈവരിക്കുകയും ചെയ്യുമെന്നാണ്. ഗംഗാജലം പാനം ചെയ്യുന്നവന് മോക്ഷം പ്രാപിക്കുന്നതുപോലെ ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്തു പറയാനാണ്? മഹാഭാരതത്തിന്റെ സാരാമൃതമത്രേ ഭഗവത്ഗീത. ആദിവിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിച്ചതാണിത്. ഗീതാ മാഹാത്മ്യം വരാഹപുരാണാന്തർഗതം. ഭൂമിദേവി വിഷ്ണു ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, പ്രാരാബ്ധകർമ്മം അനുഭവിക്കുന്ന മനുഷ്യർക്ക് അങ്ങയിൽ ഇളക്കമില്ലാത്ത ഭക്തി ലഭിക്കുവാൻ എന്താണ് മാർഗം എന്ന് അരുളി ചെയ്താലും? അപ്പോൾ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു, പ്രാരാബ്ധകർമ്മം അനുഭവിക്കെ തന്നെ എല്ലായ്പ്പോഴും ഗീതാഭ്യാസത്തിൽ മുഴുകുന്ന ആൾ മുക്തരാകുന്നു. അയാളെ ഇഹലോക കർമ്മങ്ങൾ ഒന്നും തന്നെ ബാധിക്കുകയില്ല. ഗീത അധ്യയനം ചെയ്യുന്നവനെ മഹാപാപങ്ങളൊന്നും സ്പർശിക്കയില്ല. ജലത്തിലാണെങ്കിലും താമരയിലയെ വെള്ളം സ്പർശിക്കാത്തതുപോലെയാണിത്. ഗീതാ പുസ്തകവും ഗീതാ പഠനവും ഉള്ളയിടങ്ങളിലെല്ലാം പ്രയാഗ പോലുള്ള എല്ലാ പുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. നിത്യവും ഗീതാ പഠനം നടത്തുന്നിടത്ത് സകല ദേവന്മാരും ഋഷികളും യോഗികളും നാഗന്മാരും നാരദൻ, ഉദ്ധവർ, ഗോപാലകന്മാർ, ഗോപികമാർ, വിഷ്ണു പാർഷദന്മാർ എന്നിവർ അതിവേഗം എത്തിച്ചേരുന്നു. ഹേ പൃഥ്വി, ഗീതാവിചാരം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്നിടത്തെല്ലാം ഞാൻ സദാ വസിക്കുന്നു. ഞാൻ ഗീതയെ ആശ്രയിച്ചിരിക്കുന്നു. ഗീതയാണ് എൻ്റെ ഉത്തമ ഗൃഹം. അക്ഷരം കൊണ്ട് നേടാവുന്ന വിദ്യ, നിത്യമായ വിദ്യ, അനിർവചനീയമായ വിദ്യ. ഗീതജ്ഞാനത്തെ ആശ്രയിച്ച് 3 ലോകങ്ങളെയും പരിപാലിക്കുന്നു. ഗീതയാണ് പരമമായ സാക്ഷാത് ബ്രഹ്മവിദ്യ. ഇതിൽ സംശയമേ വേണ്ട. ഏകാഗ്ര മനസ്സോടെ ഗീതയുടെ 18 അധ്യായങ്ങളും നിത്യവും ജപിക്കുന്ന ഒരാൾക്ക് പരമമായ സത്യം വെളിപ്പെടുത്തുന്നു. അയാൾ പരമമായ പദം പ്രാപിക്കുന്നു. മുഴുവൻ പഠിക്കാൻ കഴിയാത്തവർ ദിവസേന 9 അധ്യായമെങ്കിലും വായിച്ചാൽ അവർക്ക് പശുവിനെ ദാനം ചെയ്ത ഫലം ലഭിക്കും. സംശയമേ വേണ്ട. അവരും പരമമായ തത്വത്തോട് അടുക്കുന്നു. ഗീതയുടെ 1/3 ഭാഗം ദിവസേന പഠിച്ചവർക്ക് ഗംഗാസ്നാനം ചെയ്ത ഫലവും ഗീതയുടെ 1/6 ഭാഗം പഠിക്കുന്നവർക്ക് സോമയാഗത്തിൻ്റെ ഫലം ലഭിക്കുന്നു. ഇനി ഒരധ്യായം ഭക്തിയോടെ വായിക്കുന്നവർക്ക് ശിവലോകം പ്രാപിക്കും. ശിവലോകം പ്രാപ്യമായി ശിവഗണങ്ങളോടുകൂടി ചിരകാലം കഴിയാനും സാധിക്കും. ഹേ വസുന്ധരെ, ഗീതയിലെ ഒരു അധ്യായമോ ഒരു ശ്ലോകമോ അതിൻ്റെ ഒരു വരിയോ നിത്യവും പഠിക്കുന്ന ആൾക്ക് മന്വന്തരം കഴിയുന്നതുവരെ മനുഷ്യനായി തുടരും. ഗീതാ പഠനം ചെയ്യുന്നവൻ മരിച്ചാലും വീണ്ടും മാനുഷജന്മത്തെ പ്രാപിക്കുന്നു. അയാൾ വീണ്ടും അടുത്ത ജന്മത്തിൽ ഗീത അഭ്യാസം ചെയ്യുകയും ഉത്തമമായ ഭക്തിയും ഗീത എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഭഗവാനെ പ്രാപിക്കുകയും ചെയ്യുന്നു. മഹാപാപിയാണെങ്കിൽ കൂടിയും ഗീത ശ്രവിക്കുന്നയാൾ വൈകുണ്ഠലോകത്തെ പ്രാപിച്ച് വിഷ്ണുവിനോടൊപ്പം സുഖം അനുഭവിക്കുന്നു. ധാരാളം കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഗീത ധ്യാനിക്കുന്നയാൾ ജീവൻ മുക്തനെന്നറിയണം. ജീവിതാവസാനത്തിൽ അയാൾ പരമപദത്തെ പ്രാപിക്കുന്നു. ജനകാദികളായ ഒട്ടേറെ രാജാക്കന്മാർ ഗീതയെ ആശ്രയിച്ചുകൊണ്ട് കൽമഷങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് പരമമായ പദത്തെ പ്രാപിച്ചതായി വാഴ്ത്തപ്പെടുന്നു. ഗീത വായിച്ചിട്ട് അതിൻ്റെ മാഹാത്മ്യം പഠിക്കാത്തയാൾക്ക് ആളുടെ ഗീതാ പഠനം വ്യർത്ഥമായി തീരുന്നു. അത് വെറും ശ്രമമായി അവശേഷിക്കുന്നു. മാഹാത്മ്യത്തോട് കൂടിയുള്ള ഗീതാപഠനം നടത്തുന്ന ആൾക്ക് ഗീതാപഠനത്തിൻ്റെ ഫലം ലഭിക്കുന്നു. ദുർലഭമായ പരമഗതിയും അയാൾക്ക് ലഭിക്കുന്നു. ഇങ്ങനെയാണ് ഭഗവാൻ ഭൂമിദേവിയോട് അരുളി ചെയ്തത്. ഇത്രയും വിശിഷ്ടമായ ഈ ഭഗവത്ഗീത നിത്യവും അധ്യയനം ചെയ്യുകയും ഭഗവാന്റെ അനുഗ്രഹത്തിനായി പാത്രീഭൂതരാവുകയും ചെയ്യാൻ ശ്രമിക്കുക. ഈ ഗീതാദിനത്തിൽ ഭഗവത്ഗീത ഗ്രന്ഥം ദാനം ചെയ്യുന്നതും അത്യുത്തമമാണ്. ഭഗവത്ഗീത ജീവിതത്തിലെ ഒരു ഭാഗമാക്കാൻ ഏവരും ശ്രമിക്കുക. ഏവർക്കും ഗീതാ ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.